കോട്ടയം അതിരൂപതാംഗമായ ദേവദാസൻ പൂതത്തിൽ തൊമ്മിച്ചൻ്റെ ജീവിതം നമ്മളിന്ന് പരിചയപ്പെടുന്നു. അച്ഛൻ സ്ഥാപിച്ച സെയിൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ്റെ ആദ്യ ഭവനത്തിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് പോയാലോ? ഇവിടെ മ്യൂസിയം ഉണ്ട്, അച്ഛൻ്റെ കബറിടം ഉണ്ട്, അച്ഛൻ അഗതികൾക്കായിട്ട് സ്ഥാപിച്ച ഒരു സെൻറ്റർ ഉണ്ട്. ഇതിനകത്ത് കുറേ അമ്മച്ചിമാരെയൊക്കെ നമുക്ക് കാണാം. പോവാം. ദേവദാസൻ പൂതത്തിൽ തൊമ്മിച്ചൻ സെയിന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ സ്ഥാപകൻ. 1871 ഒക്ടോബർ 24 കോട്ടയം നീണ്ടൂർ ദേശത്ത് പൂതത്തിൽ കുടുംബത്തിലെ ഇട്ടിക്കുഞ്ഞ് നൈത്തി ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായി തൊമ്മിച്ചൻ ജനിച്ചു. 1897 ഡിസംബർ 28 പൗരോഹിത്യ സ്വീകരണം. 1928 ജൂലൈ 3 സെയിന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു. 1943 ഡിസംബർ 4 ഇഹലോകവാസം വെടിഞ്ഞ ബഹുമാനപ്പെട്ട പൂതത്തിൽ തൊമ്മിച്ചനെ 2009 ജനുവരി 26 ദേവദാസനായി സഭ പ്രഖ്യാപിച്ചു. തൊമ്മിയച്ഛൻ്റെ മാമോദിസ പേര് തോമസ്. അച്ഛൻ്റെ വീട്ടുപേര് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? എന്താ? ഭൂതത്തിൽ. പെട്ടെന്ന് ആ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? അത് ഭൂതമാണ്. ഇത് പൂതം. പൂതം എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധം എന്നാണ്. അപ്പം നമ്മളെല്ലാവരും എങ്ങനെയാണ് ഈശോ വിളിച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും പരിശുദ്ധിയിലേക്കാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. അല്ലേ? ആ വീട്ടുപേര് പോലെ തന്നെയായിരുന്നു അച്ഛൻ്റെ ആ ഒരു കുറേ തലമുറകളായിട്ടുള്ള കുടുംബം. അച്ഛൻ്റെ വല്യപ്പച്ചനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഒത്തിരി ഉദാരമനസ്കനായിരുന്നു. ആവശ്യക്കാരെ ആരെ കണ്ടാലും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്നത്തെ പോലെ മന്ത്രിഭരണമൊന്നുമല്ല, മന്ത്രിസഭ അങ്ങനെയൊന്നുമല്ല, രാജഭരണമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ഇങ്ങനെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തടവ് ശിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് 42 തടവ് പുള്ളികളെ അവരെ ശിക്ഷ അളച്ചു കൊടുത്ത് ആ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പണം ചെലവാക്കിയെന്ന് ഇങ്ങനെ ആ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിലും വളരെ 7 മക്കളുള്ള വീട്ടിലെ അംഗമായിരുന്നു നമ്മുടെ തൊമ്മിയച്ഛൻ. രണ്ടാമത്തെ കുഞ്ഞായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരിൽ നിന്നും ഒരു വ്യത്യാസം ചെറുപ്പം തൊട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈശോയുടെ ക്രൂശിത രൂപമില്ലേ, ആ രൂപത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഇങ്ങനെ ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ലയിച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അത് ബാക്കി ഉള്ള വീട്ടിലുള്ള വേറെ ആരും, ബാക്കി 7 പേരുണ്ട്, അതിൽ ബാക്കി 6 പേരുണ്ട്, പക്ഷെ അവരാരും ചെയ്യാത്തൊരു കാര്യം അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് അതെല്ലാവരും പ്രത്യേകം നോട്ടീസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈ പള്ളി കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്, ആ ഈശോ സജീവനായിട്ട് അവിടെയുണ്ട്, ഈശോ ഇന്നും ജീവിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു നാളുകളിലേ ഇങ്ങനെ കേട്ടാ വളർന്നു വന്നത്. അത് കഴിഞ്ഞ് ഈ വീട്ടിലാണെങ്കിലും ഈ ഇപ്പം കൃഷി കിട്ടുന്ന വരുമാനം എന്ത് തന്നെയാണെങ്കിലും അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് അപ്പനാണേലും അമ്മയാണേലും ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതി കണ്ടാണ് അച്ഛൻ വളർന്നത്. പിന്നെ ഇന്നത്തെ പോലെ ഈ എഴുത്താശാന്ന് ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ കേട്ടില്ലേ, കുറേ പേരുടെ ജീവിതം കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ഇങ്ങനെ ആശാന്മാരുടെ അടുത്ത് പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ തൊമ്മിയച്ഛൻ. അപ്പോൾ ചില സമയത്ത് ഈ ക്ലാസ്സിലുള്ള ചില പിള്ളേർ സ്കൂളിൽ നിന്ന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് സ്കൂളിൽ വരത്തില്ല. അപ്പോൾ ഇങ്ങനെ മാഷിന് മനസ്സിലായി ഇങ്ങനെ ചില ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലാസ്സിലെത്താണ്ട് ഇങ്ങനെ എവിടെയോ കറങ്ങി കളിക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ദിവസം മാഷ് തൊമ്മിച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, തൊമ്മിച്ച ഇവരിൽ ഇങ്ങനെ 2-3 പേരുടെ പേര് പറയും, അപ്പോൾ അവരെ ഒന്ന് കണ്ടുപിടിക്കണം, അവരെങ്ങോട്ടായി പോകുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പറങ്കിമാവിൻ തോട്ടമുണ്ട്, അപ്പോൾ ഇവരെല്ലാവരുടെ ഈ ആളുകൾ അവിടെ പോയി ഒളിച്ചു പോയി നിന്ന് കളിക്കും. എന്നിട്ട് വൈകിട്ട് ക്ലാസ് വിടുന്ന സമയമാകുമ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലും. അപ്പം തൊമ്മിച്ചൻ ചെന്ന് ഇവരെ പിടിച്ചു. തൊമ്മിച്ചൻ അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ, മാഷിൻ്റെ അടുത്താണെങ്കിലും അവർ കുഴപ്പമില്ല മാഷെ, ഇനി എല്ലാം ശരിയായിക്കോളും. അപ്പം ഈ ഒരു മറ്റുള്ളവരോടുള്ള കരുതലുള്ള ഒരു പ്രത്യേകം സ്നേഹം കാണിക്കുന്ന ആ ഒരു നേച്ചർ മാഷിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടം തൊട്ട് വളരെ സ്പെഷ്യലായിട്ട് കാണപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ തൊമ്മിച്ചൻ്റെ. അത് കഴിഞ്ഞ് ഇങ്ങനെ വലുതായി
അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പുറത്ത് തൃശ്ശിനാപ്പള്ളിയിലാണ് അച്ഛൻ പിന്നീട് പഠിച്ചത്. നാട്ടിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തൃശ്ശിനാപ്പള്ളിയിലൊക്കെ പുറത്തൊക്കെ പോയി ആ ഒരു കാലഘട്ടത്തിൽ പഠിക്കണമെങ്കിൽ ഒന്ന് വീട്ടിലെ സാമ്പത്തികം ഉണ്ടായിരിക്കണം, പിന്നെ പഠിക്കാൻ നല്ല കഴിവും ഉണ്ടായിരിക്കണം. പല ഭാഷകൾ അച്ഛൻ അറിയായിരുന്നു. പല ഭാഷകൾ പഠിക്കാനൊരു പ്രത്യേകിച്ചും ലത്തീനും സുറിയാനിയും, ഈ 2 ഭാഷകൾ നന്നായിട്ട് ആ ഒരു അച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ബിഷപ്സ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അച്ഛൻ്റെ ഈ ഭാഷയിലുള്ള ഈ ഒരു പാഠവും പലതരത്തിൽ സഭ അന്നത്തെ കാലത്ത് പ്രയോജനപ്പെടുത്തിയത്. അപ്പോൾ ഈ ട്രിച്ചിയിലെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനെ സെമിനാരി പോകണമെന്ന് പറയുന്നത്. അപ്പം വീട്ടിലെല്ലാവരും അനുവാദത്തോടെ ആദ്യം പുത്തമ്പള്ളി സെമിനാരിയിൽ, അത് കഴിഞ്ഞ് സെമിനാരിയിലും വളരെ യുണീക്കായിട്ടുള്ള ഒരാളായിരുന്നു അച്ഛൻ്റെ എല്ലാ കാര്യത്തിലും. മറ്റുള്ളവരോടുള്ള കൺസേൺ, പ്രാർത്ഥന, ഒരുപാട് സമയം പ്രാർത്ഥനയിൽ ചിലവാക്കുമായിരുന്നു. ഈ അവിടം തൊട്ട് അച്ഛൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത കാര്യം ഈ കോൺഗ്രിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞ് സിസ്റ്റേഴ്സിനോട് ഇങ്ങനെ പറയുമായിരുന്നു, അച്ഛൻ നിങ്ങൾ ധ്യാനത്തിനായിട്ട് പോകുമ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് സക്രാരിയിൽ സജീവനായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സൊരുക്കണം, നല്ല വിചാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം, എന്നിട്ടാണ് നിങ്ങൾ പോയി പ്രാർത്ഥിക്കാനിരിക്കാവുള്ളൂ എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്. അപ്പം അച്ഛനായി കഴിഞ്ഞ് ഇടവകയിലാണ് ആദ്യമായിട്ട് സേവനം അനുഷ്ഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞ് അച്ഛൻ ചെയ്ത കാര്യം, ഒന്ന് ആളുകളെ ഈ ഒരു ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും, പ്രത്യേകിച്ച് അച്ഛനിങ്ങനെ പറഞ്ഞു, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുമ്പം സാധിക്കുന്നിടത്തോളം നമ്മൾ മുട്ടുമേൽ നിന്ന് ഭക്തിയോടെ ഈശോയുടെ ആ സാന്നിധ്യത്തിൽ നമ്മൾ ലയിച്ചായിരിക്കണം. വളരെ വളരെ സ്ട്രിക്റ്റായിട്ട് കുർബാനയ്ക്കിടയ്ക്ക് ആരും അശ്രദ്ധമായിട്ട് നിൽക്കാൻ പാടില്ല, ഒച്ച വെക്കാൻ പാടില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു ദേവാലയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഭക്തിയോടും അച്ചടക്കത്തോടും ആണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതെന്ന് അച്ഛൻ കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ ചെയ്തിരുന്നൊരു കാര്യം, വീടുകളിൽ പോകുമായിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ രോഗികളായിട്ടുള്ള ആളുകളുള്ള വീടുകളിൽ അച്ഛൻ ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ വിസിറ്റ് ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഈ രോഗമൊക്കെ വന്ന് കിടക്കുമ്പോൾ, അസുഖം ബാധിച്ച് കിടക്കുമ്പം എങ്ങനെയായിരിക്കും അവരുടെയൊക്കെ ഒരു മനസ്സ്? സങ്കടമായിരിക്കും അല്ലേ? ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർക്കൊന്നും പറ്റാത്തതിൻ്റെ വിഷമം, രോഗത്തിൻ്റെ വേദന, ഒരിക്കലും ഹാപ്പി ആയിരിക്കത്തില്ല. പക്ഷെ ഈ സമയത്തൊക്കെ അച്ഛൻ അവരുടെ അടുത്ത് പോയിരിക്കുകയും ആശ്വസിപ്പിക്കുകയും ആ ഒരു രോഗാവസ്ഥയൊക്കെ സമാധാനത്തോടെ എടുക്കാൻ അച്ഛൻ ഒത്തിരി സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ അന്ത്യകുദാശ കൊടുക്കാൻ. ഇനി എത്ര രാത്രിയാണെങ്കിലും ഇനി അന്നേരം വാഹനം ഉണ്ടോ ഒന്നും നോക്കത്തില്ല, അച്ഛൻ അത് ഓടി ആ അന്ത്യകുദാശ കൊടുക്കുന്നതിന് ആ സമയത്ത് അച്ഛൻ ഓടി അവിടെ എത്തിയിരിക്കും. അവിടെ ചെന്ന് ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരിക്കട്ടെ അച്ഛൻ തിരിച്ചു പോരത്തുള്ളായിരുന്നു. ഈ ഔസേപ്പിതാവിനോടുള്ളൊരു പ്രത്യേക ഭക്തി. ഔസേപ്പിതാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ശാന്തനാണ്. പിന്നെ എന്തിൻ്റെയൊക്കെ മധ്യസ്ഥനാണ് ഔസേപ്പിതാവ്? തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. പിന്നെ നമ്മൾ നല്ല മരണത്തിന് വേണ്ടി ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ലേ? അല്ലേ? നൽമരണ മധ്യസ്ഥനാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഔസേപ്പിതാവിനോടൊരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിൽ ഈ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു. ഔസേപ്പിതാവിനുണ്ടായിരുന്ന ഒരുപാട് ക്വാളിറ്റീസ്, പ്രത്യേകിച്ചും ഔസേപ്പിതാവ് വളരെ സിമ്പിൾ ലൈഫിൻ്റെ ഉടമയായിരുന്നു അല്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ശാന്തനായിരുന്നു. പിന്നെ അച്ഛനുണ്ടായിരുന്ന ഒരു അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. നമ്മൾ അച്ഛൻ്റെ ഇങ്ങനെ ഒരു പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ കീബോർഡും ഇപ്പോൾ ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ഹാർമോണിയം ആയിരുന്നു. അപ്പം അച്ഛൻ്റെ ഈ ഒരു പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് കുർബാന ഭയങ്കര ഒരു പ്രത്യേക ഒരു ദൈവാനുഭവമായിരുന്നു അച്ഛൻ്റെ അർപ്പിക്കുന്ന ബലിയർപ്പണത്തിനൊക്കെ. അപ്പം ഈ പല സ്ഥലങ്ങളിൽ അച്ഛനായിരിക്കുന്ന ഇടവകയിൽ നിന്ന് പുറത്ത് മറ്റ് പല സ്ഥലങ്ങളിലേക്കും അച്ഛൻ കുർബാന അർപ്പിക്കാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഒരിക്കലും ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെയായിരുന്നു, ഈ ഹാർമോണിയം ഭയങ്കര ഭാരമുള്ള ഹാർമോണിയം അച്ഛൻ ഇന്നും ചുമന്നാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം ചങ്ങനാശ്ശേരിയിലേക്ക് ഈ വള്ളത്തിലായിരുന്നു യാത്ര. അപ്പോൾ കായലിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് നടുക്കെത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അന്തരീക്ഷം അങ്ങ് മാറി, ആകാശം മൊത്തം ഇരുണ്ട്, ഭയങ്കരമായ കാറ്റ്. അപ്പോൾ വള്ളത്തിനകത്ത് വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ വള്ളം ഇപ്പം മുങ്ങും. അങ്ങനെയുള്ള ഒരു സമയത്ത് അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ജപമാല എടുത്ത് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച അച്ഛൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഈശോയെ, എൻ്റെ ആത്മാവിനെ ഞാൻ തരികയാണ്, എൻ്റെ കുറവുകളൊക്കെ നല്ലൊരു മരണത്തിന് വേണ്ടി അച്ഛനങ്ങ് പ്രാർത്ഥിക്കുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈ ശരിക്കും വെള്ളം ഈ വള്ളത്തിനകത്തേക്ക് കയറാൻ തുടങ്ങി. ഇതിങ്ങനെ ആടി ഒലയുക. അപ്പോൾ ഇങ്ങനെ ഓർത്ത് ഈ ഹാർമോണിയം എടുത്ത് വെള്ളത്തിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ ഭാരം കുറഞ്ഞ് ചിലപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടേക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഹാർമോണിയം പൊക്കാൻ നോക്കിയിട്ട് അച്ഛന് അതും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് വള്ളത്തിനകത്ത് ബാലൻസ് പോകുന്നു. വീണ്ടും ശാന്തമായി. അപ്പോൾ ഓർത്ത് എന്തായാലും മരിക്കും. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു. ഒരു കുറച്ച് കഴിഞ്ഞ് എന്തുണ്ടായി?
പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ ശിഷ്യന്മാർ ഓർക്കുന്നില്ലേ, ഈശോ വള്ളത്തിൽ ഉറങ്ങുന്നു, ശിഷ്യന്മാർ കിടന്ന് ഒച്ചപ്പാടും ബഹളം വെച്ചപ്പോൾ ഈശോ ശാന്തമാക്കിയെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് അന്തരീക്ഷം അങ്ങ് ശാന്തമായി. ആ ഒരു കാറ്റെല്ലാം ശമിച്ചു, മഴ നിന്നു. ആ ഒരു അപകടവും കൂടാതെ അച്ഛനും വള്ളത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും സംരക്ഷിക്കപ്പെട്ടു. അച്ഛൻ ഭയങ്കര ഒരു കർത്താവ്. പിന്നീട് ആ നാളുകളിലെല്ലാം അച്ഛൻ പോകുന്നിടത്തെല്ലാം ഈ ഒരു കർത്താവിൻ്റെ ഈ ഒരു സംരക്ഷണത്തെക്കുറിച്ചും നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കുവാണെങ്കിൽ ആ സംരക്ഷണ കോട്ട ഒരിക്കലും നമ്മളെ വിട്ടു പിരിയത്തില്ല എന്ന് അച്ഛൻ ഇങ്ങനെ എല്ലായിടും നടന്ന് പറയുമായിരുന്നു. പിന്നെ ഇനി പറയാനുള്ളത് അച്ഛൻ ഈ ഒരു കലയോട് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കൊച്ചുങ്ങളെയൊക്കെ പാട്ട് പഠിപ്പിക്കാനും പള്ളിയിലെ കൊയർ ആക്റ്റീവ് ആക്കാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. പിന്നീട് അതുപോലെ തന്നെയാണ് കാറ്റഗിസം ക്ലാസ്സസ്. കാറ്റഗിസത്തിന് വരുമ്പോൾ അച്ഛൻ പെട്ടെന്ന് നിങ്ങളുടെ പ്രായക്കാർ കുഞ്ഞു പിള്ളേരുമായിട്ട് പെട്ടെന്ന് കൂട്ടുകൂടുമായിരുന്നു. പിന്നീട് അച്ഛന് അതുപോലെ തന്നെ സോഷ്യൽ കൺസേൺ വളരെ കാര്യമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വാഹനങ്ങളൊന്നും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ കൃഷിയൊക്കെ ഒരു വശത്തൂടെ ഇങ്ങനെ നദി കൂടെ ഇങ്ങനെ വള്ളത്തിൽ വേണം ഇവർ കൃഷി സാധനങ്ങൾ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് റോഡ് വെട്ടി. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിന് അച്ഛൻ്റെ ലൈഫ് ഒരു വലിയ ഉപകാരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് അച്ഛനെ ഉഴവൂർ എന്ന സ്ഥലത്ത് വികാരിയായിരുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ്. അച്ഛന് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു. അപ്പോൾ വികാരിയായിരുന്ന സമയത്ത് പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടത്തിൽ 3 ക്ലാസ് മുറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 3 ക്ലാസ് മുറിയിൽ കുറച്ച് കുട്ടികൾ, അത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും തിങ്ങിയിരുന്ന പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കൊച്ചുങ്ങൾ ഭയങ്കര അവർക്ക് നേരെ ഇരിക്കാനിടയില്ല. അച്ഛൻ തന്നെ മുൻകൈ എടുത്തു. അപ്പം നമുക്കറിയാം ഒരു പുതിയ കെട്ടിടം പണിയണമെങ്കിൽ അതിൻ്റെതായ ചിലവുകളുണ്ട്. അച്ഛൻ്റെ ഒരു മനോഭാവം എന്തോന്ന് വെച്ചാൽ എവിടെയാണോ ആവശ്യം അതിന് അച്ഛനെ മുന്നിട്ടിറങ്ങും. അതിന് വേണ്ടുന്ന ആളുകളെയൊക്കെ കണ്ട് വേണ്ടുന്ന സഹായമൊക്കെ സംഘടിപ്പിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ഇനിഷ്യേറ്റീവിൽ നല്ലൊരു സ്കൂൾ കെട്ടിടം പണിതു. അപ്പോൾ അച്ഛൻ തീരുമാനിച്ചു പെൺകുട്ടികളെ സെപ്പറേറ്റ് ഇരുത്തണം, അവർക്ക് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് പഠിക്കണം. അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു സ്കൂള് പണിതു. അതിൻ്റെ കാര്യം അതുപോലെ തന്നെ അതിനുശേഷമാണ് അച്ഛൻ സ്കൂൾ മാനേജറായിട്ടിരിക്കുന്ന ഒരു സമയത്ത് സെയിൻറ്റ് മാർഗ്രറ്റ് സ്കൂൾ മാനേജറായിട്ടും അച്ഛൻ സേവനം അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സ്കൂളിന് അംഗീകാരം കിട്ടത്തില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നു. സ്കൂളിൻ്റെ കാര്യങ്ങൾ നടത്തിക്കാനായിട്ട് പൈസ ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് അച്ഛൻ ഈ ഗവൺമെൻറ് തലത്തിൽ, അന്ന് ദിവാൻ ഭരണമായിരുന്നു, അച്ഛൻ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് മദ്രാസിലൊക്കെ അതിനുവേണ്ടി കുറേ യാത്ര ചെയ്തു. സ്കൂളിനുള്ള അംഗീകാരം കിട്ടി. അതുമാത്രമല്ല, സ്കൂളിൻ്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഗ്രാൻറ്റും അനുവദിച്ചെടുക്കാനായിട്ട് അച്ഛൻ സാധിച്ചു. അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് 2 കണ്ണുണ്ട് അല്ലേ, ഇതിലേതെങ്കിലും ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അതിൻ്റെ കുറവുണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ടാവും. അപ്പം നമ്മൾ 2 കണ്ണിലേക്ക് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു കണ്ണുള്ളെങ്കിൽ നമ്മുടെ കാഴ്ച കുറച്ച് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ 2 കണ്ണ് പോലെ തന്നെയാണ് പള്ളിയും പള്ളിക്കൂടവും. ഈ 2 സ്ഥലത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. പള്ളി ദൈവമായിട്ട് നമുക്കുള്ള ബന്ധം അല്ലേ, അവിടെ നമ്മൾ അത് ഒരു കണ്ണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, പള്ളിയിൽ പോകുന്ന ആ ഒരു ദൈവിക കാര്യങ്ങൾക്ക് നമുക്കുണ്ടാവണം. മറ്റൊന്ന് അറിവ്, വിദ്യാഭ്യാസം. ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് അച്ഛൻ പറയുമായിരുന്നു. അപ്പം ഒരു കുടുംബങ്ങൾ എല്ലാ തരം ആളുകൾ, അതുപോലെ തന്നെയാണ് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഈ അസൈലം തുടങ്ങി ഇവിടെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് തന്നെ. അപ്പോൾ അച്ഛന് മനസ്സിലായി എല്ലാ സ്ഥലത്തു നിന്നൊക്കെ സ്ത്രീകൾ വരുന്നുണ്ട്. നമുക്കിങ്ങനെ അറിയാം, ഇങ്ങനെ ഒരു വൈകല്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒട്ടും സന്തോഷം കാണത്തില്ല. അപ്പോൾ അച്ഛൻ അവരിങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും അനുവദിക്കത്തില്ല. അപ്പോൾ അച്ഛൻ തന്നെ ചെറിയ കൈത്തൊഴിലൊക്കെ ഇവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവന്നു. ഈ കൊട്ട നിർമ്മിക്കുക, വട്ടി നിർമ്മിക്കുക, അതുപോലെ തുന്നൽ പണികൾ. അപ്പോൾ ഈ ശരിക്കും അരയ്ക്ക് കീഴ്പോട്ടൊക്കെ തളർന്നു പോയ ആളുകൾ കൈ കുത്തിയായിരിക്കും, അവർ ഇങ്ങനെ നരങ്ങിയായിരിക്കും നീങ്ങുന്നത്. പക്ഷെ അവരും അവിടെ ഇരുന്ന് തുന്നൽ പണികൾ ചെയ്യുന്ന കുറേ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അച്ഛൻ്റെ ഒരു മിഷൻ ആ കാലഘട്ടത്തിൽ എവിടെയൊക്കെയാണോ നമ്മൾ കൺസേൺഡ് ആവേണ്ടത്, എവിടെയൊക്കെയാണോ സഹായം ആകേണ്ടത്, അതെല്ലാം അച്ഛൻ ചെയ്തു. അതേ പാത പിന്തുടർന്ന സിസ്റ്റേഴ്സ്, സെയിൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് ഇന്നും അവരുടെ ഒരു മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു.
ഇതാണ് മ്യൂസിയം. ഇവിടം തൊട്ട് നമുക്ക് കണ്ടുപോവാം. ഈ ചിത്രം കണ്ടോ? ഇത് നമ്മുടെ തൊമ്മിയച്ഛൻ്റെ വല്യപ്പച്ചൻ. ഒരു കുടുംബപരമായിട്ട് എല്ലാവരും ഭയങ്കര ഉദാര മനസ്കരായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം തടവ് പുള്ളികളെ മോചിപ്പിക്കാൻ വേണ്ടി ദിവാന് പൊൻപണം കൊടുക്കുന്നതായിട്ടാ. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ്. കണ്ടോ, ചവിട്ട് ഹാർമോണിയം എന്ന് പറയും. അതായത് നിങ്ങൾ ഹാർമോണിയം കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ഒരു കൈ കൊണ്ട് വായിക്കുമ്പോൾ ഈ കൈ കൊണ്ടല്ലേ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, താഴെയാണ് അതിൻ്റെ ഒരു ഇതുണ്ട്. അതിലിങ്ങനെ ചവിട്ടി കൈ കൊണ്ട് വായിച്ച് അങ്ങനെയാണ്. ഇത് ശരിക്കും അച്ഛന് പുറത്ത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത്രയും വർഷത്തെ പഴക്കമുണ്ട്. അച്ഛൻ വളരെ പ്രിഷ്യസ് ആയിട്ട് സൂക്ഷിച്ചിരുന്നൊരു ഹാർമോണിയമാണ്. ഇതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചവിട്ട് ഹാർമോണിയം. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന കുർബാന കുപ്പായം. നമ്മൾ പരിശുദ്ധ കുർബാന വെക്കുന്ന അരുളിക്കായില്ലേ, അത് അച്ഛൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ് അത്. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന വടി കണ്ടോ? താഴെ ഇരിക്കുന്നത് അരിപ്പെട്ടി. ഇവിടെ നമുക്ക് സ്പൂണും ഫോർക്കും ഒക്കെ ആണ്. പോക്കറ്റ് വാച്ചും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ? പഴയ കാലത്ത് നിറമൊക്കെ. ഇത് കണ്ടോ? ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ അതിൽ നിന്ന്? എന്താ മനസ്സിലായോ? അച്ഛൻ എവിടെയാ മുട്ടുകുത്തി നിൽക്കുന്നത്? സക്രാരിയുടെ മുന്നിൽ അല്ലേ? സക്രാരിയിൽ നിന്ന് ഒരു പ്രകാശം വരുന്നത് കണ്ടോ? അച്ഛൻ ആ സൈഡിൽ ഒരു അപ്പച്ചനും ഒരു മോളും കൂടെ നിൽക്കുന്ന കണ്ടോ? അതായത് ആ കാല് വയ്യാത്ത പെൺകുട്ടിയായിട്ട് അപ്പച്ചൻ വന്ന് സങ്കടം പറഞ്ഞ രാത്രിയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ കൊടുത്ത ഇൻസ്പിറേഷനിൽ നിന്നാണ് അസേലം തുടങ്ങുന്നത്. അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ്. ഇത് മാക്കിയിൽ പിതാവ് ഇതിൻ്റെ അസേലത്തിൻ്റെ ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നമ്മൾ കല്ലിടത്തില്ലേ, ഒരു ബിൽഡിങ് പണിയുന്നതിന് കല്ലിടൽ കർമ്മത്തിന് വേണ്ടി. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനുള്ളിൽ, അതായത് ഈ അസൈലത്തിലുള്ള ആളുകളെ സ്വയം അവർ തൊഴിൽ പരിശീലിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ. കൈത്തറി, അതായത് തുണി നെയ്യാനായിട്ട് ആവശ്യമുള്ള ഷീറ്റ്, തോർത്ത്, ഇതെല്ലാം നെയ്യാനുള്ള ഈ കൈത്തറി നെയ്ത്ത് യന്ത്രം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ആളുകളെ ഇത് പരിശീലിപ്പിച്ച് അവരിത് ചെയ്യുമായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇത് തൊമ്മിയച്ഛൻ പണി കഴിപ്പിച്ച കെട്ടിടമാണ്. അതുകൊണ്ട് ആ സിസ്റ്റേഴ്സ് ഓടൊക്കെ കണ്ടില്ലേ, പഴയ കാലത്ത് ആ കഥകിൻ്റെ ഒക്കെ പഴക്കം കണ്ടില്ലേ. അതുകൊണ്ട് ആ സിസ്റ്റേഴ്സ് ഇതിനകത്ത് മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ കണ്ടോ, ഇത് തൊമ്മിയച്ഛൻ ഉപയോഗിച്ചിരുന്ന കട്ടില്, മേശ, കസേര, അത് പ്രസംഗപീഠം. പഴയ കാലത്ത് പള്ളിയുടെ നടുക്കായിരുന്നു പ്രസംഗപീഠം, മൈക്കൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അന്ന് ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠം. ഇത് സിസ്റ്റർ സൗമി, ഈ കോൺഗ്രിഗേഷൻ്റെ സെയിൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് എന്ന ഈ കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറലാണ്. സിസ്റ്റർ ഞങ്ങളിവിടെ വന്നു, തൊമ്മിയച്ഛൻ്റെ ജീവിതം ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററിന് തൊമ്മിയച്ഛൻ്റെ ലൈഫ് ഒരുപക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ നന്നായിട്ട് അടുത്തറിയാം. സിസ്റ്ററിനെ ഏറ്റവും സ്വാധീനിച്ച അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സുഹൃതം എന്തായിരിക്കും? ദീനാനുകമ്പ, കരുണാർദ്ര സ്നേഹം, മേഴ്സിഫുൾ ലവ് ഓഫ് ഗോഡ്. അതാണ് അച്ഛൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു തോട്ട്ഫുൾ ഇൻസൈറ്റ്. അതായത് അച്ഛൻ ഞങ്ങളുടെ സമൂഹം തുടങ്ങുന്നത് വികലാംഗരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സെൻറ്റ് തോമസ് അസൈലം തുടങ്ങി. അസൈലം എന്ന് പറഞ്ഞാൽ അഗതി മന്ദിരം. വികലാംഗരായിട്ടുള്ളവരുടെ സംരക്ഷണാർത്ഥം അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെയിൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 90 വർഷങ്ങൾക്ക് മുമ്പാണ്, 1925 മെയ് 3-ാം തീയതിയാണ് ഈ അഗതി മന്ദിരം സ്ഥാപിതമാകുന്നത്, സെൻറ്റ് തോമസ് അസൈലം. അതിൻ്റെ 90-ാം വാർഷികമായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വത്തിക്കാൻ കൗൺസിലിന് മുമ്പ്. ഇന്നിപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ശൈലി, ജീവിത ലാളിത്യം, അത് അത്ര വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനിൽ നിഗൂഢമായിരുന്നു എന്നുള്ളത് അച്ഛൻ്റെ ജീവിത ശൈലിയിലും ഈ സ്ഥാപനത്തെ. കാരണം അന്നത്തെ കാലത്ത് വികലാംഗർ എന്ന് പറഞ്ഞ സമൂഹത്തിൽ തഴയപ്പെട്ടിരുന്നതാണ്. അത് ശാപഗ്രസ്തരായിരുന്നു. കാരണം കുടുംബങ്ങൾ വിവാഹിതരാവാൻ സാധ്യതയില്ല. അപ്പോൾ കുടുംബത്തിന് ശാപമായി കരുതിയിരുന്ന ആ സ്ത്രീകളുടെ സംരക്ഷണാർത്ഥം അച്ഛൻ എന്ന് പറയുമ്പോൾ പൂതത്തിൽ തറവാട്ടിലെ അന്ന് 36-37 വയസ്സേ ഉള്ളൂ. അപ്പം അത്ര റിച്ചായിട്ടുള്ള ഫാമിലിയിലെ ഈ കൊച്ചച്ഛൻ അന്നത്തെ കാലത്ത് ശാപഗ്രസ്തരായിരുന്ന അഗതികളും അനാഥരും വികലാംഗരും കുടുംബങ്ങളിൽ ശാപമായി കരുതുന്ന അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ആശ്രമം, അത് നമ്മുടെ കേരളക്കരയിൽ അന്നില്ല. ഇങ്ങനെ വികലാംഗർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അത് ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ
നമ്മുടെ ഈശോനാഥൻ കാണിച്ചു തന്ന, അതായത് ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ ആ വാക്യമാണ് അച്ഛനെ സ്പർശിച്ചിരുന്നതെന്ന് അച്ഛൻ തന്നെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ആ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് ഇന്ന് സെയിൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ വിവിധ ശുശ്രൂഷകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈശോ നന്മ ചെയ്ത് കടന്നുപോയി, ആ വഴിയിലൂടെയാണ് നമ്മളെല്ലാവരും പോകേണ്ടത്. അച്ഛൻ്റെ ജീവിതമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അതാ. ഇവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു നന്മ സിസ്റ്റർ ഇവരോട് പറയാൻ എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കൂടെ ഉള്ളവരെ, അതായത് ഈശോയ്ക്ക് നേരിട്ട് ഇറങ്ങി വന്ന് നമുക്ക് ഈശോയെ നേരിട്ട് കണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താ? സഹോദരങ്ങൾക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ. അപ്പോൾ നിങ്ങളിൽ ചെറിയവരെന്ന് കാണുന്ന, ചെറിയവെന്ന് പറഞ്ഞാൽ വലിപ്പമല്ല, ബുദ്ധിയുടെ തലത്തിൽ നിങ്ങൾക്ക് സഹായിക്കാം, ഇല്ലേ? ഒരു സ്നേഹം കിട്ടാത്ത കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരായിട്ട് പല കുട്ടികളുണ്ടാവും. അപ്പോൾ ഒറ്റപ്പെടുന്ന കുട്ടികളെ കണ്ടുപിടിക്കുക. എല്ലാ തരത്തിലും താഴേക്കിടയിലുള്ളവർക്ക് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ ഒരു സ്പർശനം കൊടുക്കാനായിട്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റേഴ്സ്. തിരക്കിൻ്റെ ഇടയ്ക്കും ഈ ഒരു സമയം. സിസ്റ്റർ ഇപ്പം ഇവിടെ അല്ലല്ലോ? ഇപ്പം ഇവിടെയല്ല, കോട്ടയത്ത് ഞങ്ങളുടെ ജനറേറ്റ് ഹൗസിൽ. അവിടുന്ന് സിസ്റ്റർ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ വേണ്ടി വന്നത്. അതെ അതെ, അത് സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മുടെ ഭവനങ്ങളിൽ വരുന്നവരെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആര് വന്നാലും അഗതി ദേവോ ഭവ എന്നുള്ള ഒരു ആശയം അച്ഛൻ എപ്പോഴും പറഞ്ഞിരുന്നു. ആര് വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കണം, അവരെ വെറും കൈയോടെ പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു സിസ്റ്റേഴ്സിൻ്റെ സ്നേഹത്തിന് നന്ദി, ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത ഈ സമയത്തിൽ. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടമായോ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൊമ്മിച്ചൻ്റെ തറവാട്ടിലാണ്. തൊമ്മിച്ചൻ ജനിച്ചു വളർന്ന തറവാടും അത് ആ ജന്മഗൃഹത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് നീണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ടോ, അവിടെ ആ വീട് പഴയ രീതിയിൽ ആ വീട് ഇന്ന് സൂക്ഷിച്ചിരിക്കുക. ചുറ്റിലും കുറേ മരങ്ങളൊക്കെ ഉണ്ട്. കുറേ ഓടി കളിച്ചിട്ടുണ്ടാവും ഇതിലേ, അല്ലേ? ഇത് കണ്ടോ, അവിടെ എന്താ വെച്ചേക്കുന്നത്? വള്ളം. അതായത് തൊമ്മിച്ചൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം യാത്രയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വള്ളമാണ്. വള്ളം സൂക്ഷിച്ചിരിക്കുന്ന വള്ളപ്പരയുടെ മുമ്പിലാണ് അപ്പം നമ്മൾ നിൽക്കുന്നത്. കണ്ടോ? വൈദികനായി കഴിഞ്ഞ് അദ്ദേഹം എപ്പോൾ തറവാട്ടിൽ വന്നാലും താമസിച്ചിരുന്നത് ഇവിടെയാണ്, ഈ മുറിക്കുള്ളിലാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ വീടിൻ്റെ ഇത് കണ്ടോ, പഴയ രീതിയിലുള്ള ആ വീട് നിലനിർത്തിക്കൊണ്ടാണ് സൈഡിലേക്ക് ചെറിയ എക്സ്റ്റൻഷൻസ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ മുറിക്കകത്തായിരുന്നു അച്ഛൻ താമസിച്ചിരുന്നത്. അപ്പം കൂടുതൽ പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു അച്ഛൻ്റെ ആ ഒരു വൈദികനായതിനു ശേഷം പിന്നീട് വരുമ്പോഴെല്ലാം അച്ഛൻ ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ തൊമ്മിയച്ഛൻ്റെ അപ്പച്ചൻ്റെ അനുജൻ്റെ മകനാണ് ലൂക്കാച്ചൻ, ഭാര്യ അല്ലി. ആ തലമുറയിൽപ്പെട്ട ഇനി അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. തൊമ്മിയച്ഛൻ്റെ കൂടെ കളിച്ച് വളർന്ന ഒരാളാണ്. നമുക്ക് സ്തുതി കൊടുത്താലോ? പക്ഷേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ 72ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അച്ഛന് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടായിരുന്നു, ഒരു പാണ്ഡുരോഗം, ത്വക്ക് രോഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ രോഗവും ക്ഷീണവും ആവശ്യതയൊക്കെ മറന്നിട്ടാണ് ആൾക്കാരുടെ, മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഓടി നടന്നിരുന്നത്. സ്കൂളിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, അസൈലത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. മിക്കപ്പോഴും അസൈലത്തിലെ കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പൈസ പിരിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി യാത്രയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാം ക്ഷീണവും മടുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആരെയും അറിയിക്കാതെ അച്ഛൻ എപ്പോഴും ഏറ്റവും ശാന്തമായിട്ടും ഏറ്റവും സന്തോഷമായിട്ടാണ് പോകുന്നത്. അച്ഛനിൽ കണ്ട ഒരു പ്രത്യേകത, ഇപ്പം ഏതെങ്കിലും കുറ്റവും കുറവും ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തത്തില്ല അച്ഛൻ. ഈശോയുടെ ആ ഒരു മനോഭാവത്തോടെ അവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താതെ അവരെ കുറച്ചുകൂടി കരുതലോടെ ഒന്ന് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആയിട്ട് അച്ഛൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളായ
ഒരുപാട് വികൃതത്തരം കാണിക്കുന്ന മോശ സ്വഭാവമുള്ള കൊച്ചുങ്ങളെയൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ ഒത്തിരി വഴക്ക് പറയും, മാറ്റി നിർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അച്ഛൻ അങ്ങനെയുള്ളവരെ കുറേ കൂടി അടുത്ത് പിടിച്ച് അവരെ ഈശോയിലേക്ക് കൊണ്ടുവന്ന് നല്ലതാക്കാൻ അച്ഛൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. പിന്നെ അച്ഛൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, നമ്മൾ കേട്ടല്ലോ. മാതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. അച്ഛൻ വളരെ നിഷ്ഠയോടെ ചെയ്തിരുന്ന ഒരു കാര്യം ഇതായിരുന്നു: എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. എന്നിട്ട് മാതാവിനോട് ഇങ്ങനെ പറയുമായിരുന്നു: മാതാവേ, അമ്മേ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു 15 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് കിട്ടണം. അതല്ലാതെ എന്നെ ഒരിക്കലും കൂട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. അപ്പം മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നിയോഗം എന്നും മാതാവിൻ്റെ കൈ കൊടുത്തിട്ട് ഈ 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമായിരുന്നു. ശരിക്കും അച്ഛൻ്റെ 15 ദിവസമായിരുന്നു അച്ഛൻ രോഗബാധിതനായി. അച്ഛൻ മരണത്തിന് വേണ്ടി കിടന്ന 15 ദിവസം കിടന്നു പ്രാർത്ഥിച്ചൊരുങ്ങി. ബിഷപ്പ് വന്നായിരുന്നു അച്ഛന് അന്ത്യകൂദാശയൊക്കെ കൊടുത്തത്. വളരെ പീസ്ഫുള്ളായിട്ട് അച്ഛൻ മരണത്തിലേക്ക് പോയി. അപ്പോൾ അത്രമാത്രം ജീവിച്ചിരുന്ന ഓരോ സമയം, അച്ഛൻ്റെ ലൈഫിലെ ഓരോ മിനിറ്റും ഏറ്റവും വിലപ്പെട്ടതായിട്ട് അച്ഛൻ കണ്ടു. ഒട്ടും സമയം നഷ്ടപ്പെടുത്തിയില്ല. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി. അവസാനവും നമ്മൾ ഭൂമിയിലേക്ക്, നമ്മളെല്ലാവരും സ്വർഗത്തിൻ്റെ പൗരത്വമുള്ളവരാ അല്ലേ? അപ്പം അച്ഛൻ ആ ഒരു കൺവിക്ഷൻ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നു തിരിച്ച് അവിടേക്ക് പോകുമ്പോൾ അത്രയും ഒരുക്കത്തോടു കൂടി, അത്രയും ഗൗരവമായിട്ട് മരണത്തെയും കണ്ടു. ആ ഒരു സ്നേഹത്തോടെ മരണം, ഞാൻ പോവുകയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള ആ ഒരു അത്രയും ഒരു അർപ്പണത്തോടെ അച്ഛന് മരണത്തിലേക്ക് പോകാനായിട്ട് പറ്റി. നമുക്ക് ഈ സമയം അച്ഛൻ്റെ കബറിടത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ലോകത്തിലുള്ള എല്ലാ വൈകല്യങ്ങൾ ബാധിച്ച ആൾക്കാരെ അല്ലേ, ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും ഈശോയ്ക്ക് കൊടുക്കാം. അച്ഛൻ ആ ഒരു സമയത്ത് അവരുടെ വേദന തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ അച്ഛനെ ഈശോ ഉപകരണമാക്കി അല്ലേ? അപ്പോൾ ഈ സമയം ആരുടെയും പരിചരണം കിട്ടാതെ, സ്നേഹം കിട്ടാതെ, ഒരു പക്ഷേ വൈകല്യത്തിൻ്റെ പേരിൽ നിരാശപ്പെട്ട് മനസ്സും അടുത്ത് കഴിയുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ പരിചയത്തിലോ ഓർമ്മയിലോ ഒക്കെയുള്ള അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട്. അവരെയും നമുക്കൊന്ന് ഓർക്കാം. അവർക്കല്ല ഈ സമയം ഈശോ നൽകുന്ന ഒരു പ്രത്യാശ, സ്നേഹം അവരുടെ ഹൃദയത്തിൽ കിട്ടാനായിട്ട് നമുക്ക് ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം. തൊമ്മച്ചൻ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി തൊമ്മച്ചൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പ്രാർത്ഥിക്കാം നമുക്ക്. ഈശോ നമ്മിൽ നിന്നും ഒട്ടും അകലെയല്ല വസിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആശ്രയബോധത്തോടെ അവിടുത്തെ പക്കലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുക. സ്നേഹത്തോടും നിഷ്കളങ്കതയോടും കൂടി അവിടുത്തോട് സംസാരിക്കുക. അവിടുന്ന് പറയുന്നത് കേൾക്കുക. ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛൻ്റെ വാക്കുകളാണിത്. അച്ഛൻ്റെ ജീവിതം നമുക്ക് ഏവർക്കും മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.